ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വാട്ട ഈറ്റിൻ്റെ ഡേ ആയിട്ടാട്ടോ. അപ്പോൾ കുറേ നാൾ മുന്നേ ഞാൻ ചെയ്തായിരുന്നു, പിന്നെ ഇപ്പം ഞാൻ വീണ്ടും ചെയ്യാണ്. അപ്പോൾ ഇന്ന് എന്താ കഴിക്കുന്നതെന്നൊക്കെ നോക്കാം. ഞാൻ ഡയറ്റൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, കുറേ ദിവസമായിട്ട് ഡയറ്റ് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഡയറ്റൊന്നും അല്ല, നമ്മൾ നോർമൽ ഡയറ്റ് എടുക്കണം. ഡയറ്റ് എടുക്കാനുള്ള പ്രിപ്പയർ ആയിട്ടില്ല കേട്ടോ, സാഹചര്യം ആയിട്ടില്ല. അപ്പം അതാകുമ്പോൾ ഞാൻ ഡയറ്റ് എടുക്കും. അപ്പം ഡയറ്റ് ഫുഡും ഒക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഡയറ്റിലല്ല, ഇപ്പം ഇന്നെന്താ കഴിച്ചതെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇന്ന് ഫുൾ ഡെയിലി ഇന്ന് വാട്ട ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ വാട്ട ഈറ്റിൻ്റെ ഡേ ചെയ്യാനായിട്ട്. അപ്പം ഇന്ന് എന്തൊക്കെയാണ് കഴിക്കുന്നത് നോക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വാട്ട ഈറ്റിൻ്റെ ഡേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം മടമടാതെ കുടിക്കുക. ഇപ്പം എനിക്ക് തുടങ്ങിയൊരു ശീലം കേട്ടോ, നല്ല ശീലം അത്. നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അപ്പമായിരുന്നു കേട്ടോ. എനിക്ക് ചൂടപ്പം പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുന്നത് ഇഷ്ടം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മളിങ്ങനെ ചൂടപ്പം ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. അപ്പം അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അപ്പവും ചമ്മന്തിയാണ്. അപ്പവും ചമ്മന്തിയും എൻ്റെ ഫേവററ്റ് ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് അപ്പവും ചമ്മന്തി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനുള്ളത് അപ്പവും ചമ്മന്തിയാണ്. ഗൈസ്, നമ്മൾ അപ്പമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം കഴിക്കാം, അപ്പവും ചമ്മന്തി കഴിക്കാം. അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അപ്പവും ചമ്മന്തിയാണ്. എനിക്ക് അപ്പത്തിൻ്റെ കൂടെ കറിയേക്കാൾ ഇഷ്ടം ഇങ്ങനത്തെ ചമ്മന്തിയാണ് കേട്ടോ. അപ്പത്തിന് എനിക്ക് കറി നമുക്കിവിടെ കിഴങ്ങറി മുട്ടക്കറിയൊക്കെ വെക്കും. പക്ഷെ എന്നാലും എനിക്കിഷ്ടം ഈ അപ്പവും ചമ്മന്തിയുടെ കൂടെ അപ്പം കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതേ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എനിക്കിങ്ങനെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. പിന്നെ ഡയറ്റൊക്കെ എടുക്കുന്നവർ നമ്മൾ അതിൻ്റേതായ രീതിയിലേ ഫുഡ് കഴിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ ഡയറ്റ് എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അതിൻ്റേതായ രീതിയിലേ ഫുഡ് കഴിക്കുകയുള്ളൂ. ഇപ്പം ഡയറ്റൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇപ്പം ഇഷ്ടമുള്ളത്രയും കഴിക്കാം. അപ്പോൾ ഗൈസ്, ടുഡേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചമ്മന്തി. പിന്നെ നമുക്ക് ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം. എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ 1 മണിക്ക് മുന്നേ എനിക്കിങ്ങനെ വിശക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓറഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓറഞ്ച് കഴിക്കാം. അങ്ങനെ നമ്മുടെ മിഡിലെ ഒരു 11-12 ആകുമ്പോൾ എനിക്ക് വിശക്കും. അപ്പോൾ ഞാനിങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. അതാണ് ഇന്ന് നമുക്ക് ഓറഞ്ച് ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓറഞ്ച് കഴിക്കാമെന്ന്. സാധാരണ ചില ദിവസങ്ങളിലൊന്നും ഒന്നും കാണത്തില്ല, അപ്പോൾ ഒന്നും കഴിക്കുമല്ലേ. ഇന്നിപ്പോൾ ഓറഞ്ച് ഉള്ളത് കൊണ്ടാണ് ഓറഞ്ച് കഴിച്ചത്. എനിക്കിങ്ങനെ ഇടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത്, പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ ലഞ്ച് ടൈമാണ്. ലഞ്ച് ടൈമിൽ ഇന്ന് നമുക്ക് ചമ്മന്തി ഉണ്ട്, മീൻ കറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ചിന് നമ്മുടെ കറി ഇതൊക്കെയാണ് കേട്ടോ. ഇന്ന് നമുക്ക് ചൂരമീൻ വറുത്തതാണ്. ചൂരമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ. ചൂരമീൻ വറുത്തതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ച് മീൻ വറുത്തത്, മീൻ കറി, ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? ലഞ്ചും കൂടെ കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ഞാനിങ്ങനെ അണ്ണനില്ലാത്ത ദിവസം പയ്യെ റൂമിലിരുന്ന് മൊബൈലിൽ സിനിമയൊക്കെ ഇട്ടിരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇന്ന് ശരിക്കും അണ്ണൻ ഉണ്ടായിരുന്നു. എനിക്ക് ഈ വാട്ട ഈറ്റിനിടെ എടുക്കേണ്ടതുകൊണ്ട് പുള്ളി വന്ന് കഴിച്ചിട്ട് പോയി. ഞാൻ എന്തായാലും ഉച്ച കഴിഞ്ഞ് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ കഴിക്കായിരുന്നു. പിന്നെ നമ്മൾ മുടങ്ങാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വാട്ടർ ഇൻടേക്ക് നമുക്കൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നിന്നല്ല, നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ഒരു നല്ല ശീലമാണ് കേട്ടോ. പിന്നെ വൈകുന്നേരമായി, ഇതൊരു എന്താ പറയുക, ചായ ടൈമൊക്കെ ആയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏത്തക്ക പുഴുങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏത്തക്ക പുഴുങ്ങിയതും കാപ്പിയും കൂടെ കഴിക്കാമെന്ന്. ഇങ്ങനെ ഗൈസ്, ഞാൻ അമ്മതി കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏത്തക്ക പുഴുങ്ങി, അപ്പോൾ അത് രണ്ടും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം രാത്രിയിലത്തേക്ക് ഫുഡ് ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല കേട്ടോ. എനിക്ക് ഏത്തക്ക പുഴുങ്ങിയത് ഭയങ്കര വെള്ളത്തിലിട്ട് പുഴുങ്ങണം, അല്ല ആവി കയറ്റി പുഴുങ്ങുന്നതിന് വെള്ളത്തിലിട്ട് പുഴുങ്ങിയതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പലർക്കും വീട്ടിൽ ഇവിടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും കണ്ടുകൂടാ, ഇഷ്ടമേ അല്ല ഏത്തക്ക പുഴുങ്ങി. അണ്ണന് ഇഷ്ടമേ അല്ല ഏത്തക്ക പുഴുങ്ങി, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ടീ ടൈമിൽ ഇന്ന് ഏത്തക്ക പുഴുങ്ങിയതും കോഫിയായിരുന്നു. നെക്സ്റ്റ് നമുക്ക് രാത്രിയിലത്തേക്കുള്ള ഡിന്നറിൽ നിന്ന് ഞങ്ങൾ പുറത്തോട്ട് വന്നപ്പോൾ ഇന്ന് പുറത്തുനിന്നാണ് രാത്രിയിലത്തെ ഡിന്നർ കഴിക്കുന്നത്. പുറത്ത് ചുമ്മാ കറങ്ങാനായിട്ട് വന്ന കേട്ടോ. അപ്പോഴത്തേക്കും ദോശയും തട്ടുകടയിൽ കയറി ദോശയും സാമ്പാറും പിന്നെ ഒരു സിംഗിൾ മുട്ട ഓംലേറ്റ് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തട്ടുകടയിലെ ഫുഡൊക്കെ. അങ്ങനെ ചുമ്മാ കയറിയിട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പം ഇത്രയാണ് ഇന്നത്തെ വാട്ട ഈറ്റിൻ്റെ ഡേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ.